ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ദ ബ്രെഡ് ഓഫ് ലൈഫ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9 മുതൽ നമ്മൾ പഠിക്കുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം വിസ്തീകരിക്കണമേ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് അങ്ങയുടെ രാജ്യം വരയണമേ എന്ന് ഡീറ്റെയിലായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. സോ വാട്ട് ഈസ് ഗോഡ്സ് കിങ്ഡം? ദൈവത്തിൻ്റെ രാജ്യം എന്നാൽ എന്ത് എന്നൊക്കെ നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ 3 കാര്യം ഞാൻ പഠിപ്പിക്കുന്നു. ഒന്ന്, ഗോഡ്സ് കിങ്ഡം ഈസ് ഇൻറ്റു 3 ടൈപ്സ് ഓഫ് കിങ്ഡം. അതായത് 1 സ്പിരിച്വൽ കിങ്ഡം, 2 മില്ലേനിയം കിങ്ഡം, 3 ഇറ്റേണൽ കിങ്ഡം. അതായത് 1 ആത്മീയമായ ഒരു രാജ്യമാണ്. അതായത് നമ്മൾ ഈ രാജ്യത്ത്, ഈ ലോകത്താണെങ്കിലും നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടെയാണ്? നമ്മുടെ സിറ്റിസൺഷിപ്പ്, നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. ഫിലിപ്പിയ 3:20-21 പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു സേവ്യർ, ഒരു രക്ഷകൻ നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും, പറപ്പിച്ചുകൊണ്ട് പോകും. നമ്മുടെ ഈ ശരീരമല്ല, ഈ ശരീരം എവിടെ ഇട്ടേച്ച് പോകണം? ഈ ശരീരം വേറെ ഒരു ശരീരമായിട്ട്, കർത്താവിൻ്റെ ശരീരം പോലെ, യേശുവിൻ്റെ ശരീരം പോലെ നമ്മൾ പറന്നു വരുമ്പോഴുണ്ടല്ലോ, ഈ ലോകത്തിലാകുമ്പം നമുക്ക് വീക്കാണ്, നമുക്ക് ഈ ബലഹീനമാണ് നമ്മുടെ ശരീരം. പുറത്തെ മനുഷ്യൻ ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കും അല്ലേ? പൗലോസ്ലി അതാണ് എഴുതുന്നത്, പുറത്തെ മനുഷ്യനെല്ലാം ഇങ്ങനെ ക്ഷയിച്ചു കൊണ്ടിരിക്കും, നശിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അകത്തെ മനുഷ്യനുണ്ട്, അതാണ് ആത്മാവ്, അതാണ് ബോൺ അഗെയിൻ, അതാണ് റിപ്പൻറ്റൻസ്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റിപ്പൻറ്റൻസ്. അതായത് ഇന്നലെ നമ്മൾ കേട്ടു. നമുക്ക് ഒരു പാസ്പോർട്ട്, ഞാനത് കണക്ട് ചെയ്ത് പറയുമ്പം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ഫോറിൻ കൺട്രീസ് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം, ടിക്കറ്റ് വേണം, വിസ വേണം. അപ്പം നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക്, വേറൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഒരു പ്രൊമോഷൻ, നമുക്ക് എർത്ത് കിങ്ഡം ടു ഹെവൻലി കിങ്ഡം, അങ്ങനെ പ്രൊമോഷൻ വേണമെങ്കിൽ സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കംപ്ലീറ്റ് ഈ മനുഷ്യനെ ഇവിടെ ഉരിഞ്ഞു കളയുകയാണ്. വി ആർ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. അപ്പം നമ്മൾ യേശുവിനെ സ്വീകരിക്കണം. അങ്ങനെ റിപ്പൻറ്റൻസ് ആണ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ്. ആദ്യമായിട്ട് നമ്മൾ മാനസാന്തരപ്പെടണം അല്ലേ? എല്ലാവരും പാപം ചെയ്തു പോയി. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല. ലൂക്കാസിൻ്റെ സുവിശേഷം 13:3 യേശു പറയുകയാണ്, ഇഫ് യു ഡോണ്ട് റിപ്പൻറ്റ് യു വിൽ ഓൾ പെരിഷ് ലൈക്ക് വൈസ് എന്ന്. വേറെ കുറേ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ട് യേശു പറയുകയാണ്, അവരെ പോലെ തന്നെ, സോദോം ഗൊമോറ അങ്ങനെയുള്ള ആ പട്ടണത്തിലുള്ളവരെ പോലെയെല്ലാം നിങ്ങളും നശിച്ചു പോകും, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വേണ്ടത് മാനസാന്തരമാണ്, റിപ്പൻറ്റൻസ്.